LDF സർക്കാരിന്റെ കാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുത്തിരുന്ന ഓരോ കേസുകൾ വീതം ഇപ്പോൾ ഒഴിവാക്കുന്നുണ്ട് UDF സർക്കാർ. VD സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആഴ്ചയൊന്ന് പിന്നിട്ടതോടെ LDFന്റെ 2 കള്ളക്കളികളാണ് റദ്ദാക്കുന്നത്. ആദ്യത്തേത് നവകേരള യാത്രയ്ക്കിടെ ഉണ്ടായ അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച പോലീസിന്റെ നടപടിയാണെങ്കിൽ രണ്ടാമത്തേത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിമാനത്തിനുള്ളിലെ അതിക്രമമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അത് മറക്കാൻ സാധിക്കില്ല ഈ നാട്ടിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും. 2022 ജൂൺ 13 കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുൻ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയത്. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു സംസ്ഥാന പോലീസ് കേസെടുത്തത്. എന്നാൽ ഇതിന്റെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച നിയമ സംവിധാനങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെറും പ്രതിഷേധം മാത്രമാണ് സംഘടിപ്പിച്ചതെന്ന നിഗമനത്തിലെത്തിയെങ്കിലും പിണറായി പോലീസ് വിടാൻ ഒരുക്കമല്ലായിരുന്നു. പല കേസുകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവച്ചിരുന്നു. എന്നാൽ ഈ കേസും ഇപ്പോൾ എഴുതിത്തള്ളുകയാണ് UDF സർക്കാർ. ഈ കേസിൽ സിവിൽ ഏവിയേഷൻ നിയമം നിലനിൽക്കില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. വ്യോമയാന വകുപ്പ് ഉൾപ്പെടുത്തിയതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്രത്തിന്റെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമായിരുന്നു. 2024 ഏപ്രിലിൽ ഇതിനായുള്ള അപേക്ഷ കേന്ദ്രത്തിന് അയച്ചെങ്കിലും അനുമതി നൽകാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ വകുപ്പ് ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട് നൽകിയത്. ഈ വകുപ്പ് ഒഴിവാക്കിയതോടെ ഇത് വെറും പ്രതിഷേധം മാത്രമായി അവസാനിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അന്ന് കുറ്റപത്രത്തോട് മുഖം തിരിക്കുന്ന സമീപനമായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. 2024 ഏപ്രിലിൽ കുറ്റപത്രം കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയച്ചിരുന്നു. എന്നാൽ കേന്ദ്രാനുമതി നൽകിയിരുന്നില്ല. സിവിൽ ഏവിയേഷൻ നിയമം ചുമത്തിയതുകൊണ്ടായിരുന്നു കുറ്റപത്രത്തിന് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമായി വന്നത്. ഗുരുതര വകുപ്പ് ഒഴിവാക്കിയുള്ള അന്തിമ റിപ്പോർട്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. സംഭവം നടന്ന് 4 വർഷത്തിനു ശേഷമാണ് കേസിൽ റിപ്പോർട്ട് നൽകിയത്. ഫർസീൻ മജീദ്, നവീൻ, സുദീപ് ജെയിംസ്, KS ശബരിനാഥൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. വധശ്രമം, ഗൂഢാലോചന എന്നിവ നിലനിർത്തിയിട്ടുണ്ട്. കേന്ദ്രം എതിർത്തിട്ടും സംസ്ഥാനം ചുമത്തിയ വകുപ്പാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. വലിയതുറ പോലീസാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവം നടന്ന് 3 വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ഫെബ്രുവരിയിൽ കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. പിണറായി വിജയന്റെ ദുഷ്ഭരണത്തിനെതിരെ സംസ്ഥാനമൊട്ടാകെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ വെച്ച് പ്രതിഷേധക്കാർ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചത്. പിണറായിക്ക് നേരെ വന്ന പ്രവർത്തകരെ അന്നത്തെ LDF കൺവീനറായിരുന്ന EP ജയരാജൻ തള്ളിമാറ്റുകയും ചെയ്തു. പിന്നാലെ അന്വേഷണം നടത്തിയ ഇൻഡിഗോ EP ജയരാജന് ഇൻഡിഗോ വിമാനത്തിൽ വിലക്കും ഏർപ്പെടുത്തുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്നുള്ള പ്രതിഷേധമാണ് ഭൂമിയും കടന്ന് ആകാശത്തേക്ക് പോയത്. മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ഇൻഡിഗോ വിമാനത്തിൽ ആദ്യം തന്നെ കടന്നിരുന്ന യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി RK നവീൻ കുമാർ, മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫർസീൻ മജീദ് എന്നിവരാണ് മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. LDF കൺവീനർ EP ജയരാജൻ ഇവരെ സീറ്റുകൾക്കിടയിലേക്ക് തള്ളിയിട്ടതോടെയാണ് കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് മാറിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ നേതാക്കന്മാരെ പിന്നീട് വലിയതുറ പോലീസിന് കൈമാറിയതോടെയാണ് കേസിന് കേരള പോലീസ് വധശ്രമം എന്ന ലേബൽ ഒട്ടിച്ചു നൽകിയത്. ഇതിനു പിന്നാലെ സംസ്ഥാനത്തെ കോൺഗ്രസ് ഓഫീസുകളെ കടന്നാക്രമിച്ച CPMനെതിരെ ഒരു വിരൽ അനക്കാൻ പോലും അന്ന് പിണറായി പോലീസ് തയ്യാറായിട്ടില്ലെന്ന കാര്യവും വിസ്മരിക്കാൻ പാടില്ല. അതേസമയം കേസിൽ EP ജയരാജനെ പൂട്ടുവാനുള്ള വഴികളും പോലീസ് തേടുന്നുണ്ട്.